എയർപോർട്ടിൽ ഇന്റലിജന്റ് ബ്യൂറോ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മേഘ എന്ന പെൺകുട്ടി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവം പലരും ഇതിനോടകം അറിഞ്ഞു കാണും. ഇന്നലെ അത് അത്യാവശ്യം വാർത്തയായിട്ടുണ്ടായിരുന്നു. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. എത്രയാണ്? 25 വയസ്സ് മാത്രം. ഈ പ്രായത്തിൽ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗത്തിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രക്കും ടാലന്റഡ് ആയിരിക്കണം, അത്രക്കും ഇന്റലിജന്റ് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അത്രയും കഴിവും പ്രാപ്തിയുമുള്ള പെൺകുട്ടിയാണ് മേഘ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്റലിജന്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നും കൂടി മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ ഏജൻസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഈ തീവ്രവാദ അറ്റാക്കൊക്കെ നടക്കാൻ മേഖലയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് എവിടേക്കാണ് ഇന്റലിജന്റ് ബ്യൂറോക്കാർ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ തീവ്രവാദ ബാധിത മേഖലകളിലും പിന്നെ എയർപോർട്ടിലും ഒക്കെയാണ്. അവിടെയാണെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഹൈ റിസ്ക് ജോലിയാണ്. പക്ഷെ ആ റിസ്കിനനുസരിച്ചുള്ള സാലറിയും ഉണ്ട്. ഈ മരണപ്പെട്ട മേഘയ്ക്ക് തന്നെ 1 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ട് എന്നുള്ളതാണ് പല മീഡിയാസിൽ നിന്നും കാണാൻ സാധിച്ചത്. അതിലെത്രത്തോളം സത്യം ഉണ്ട് എന്നറിയില്ല. എന്നാലും ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു തുക സാലറി ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാണെങ്കിൽ ആ ചില്ലറ അച്ചീവ്മെന്റ് അല്ലല്ലോ അല്ലെ. എന്നാൽ മേഘയെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ടിലാണ് മേഘയ്ക്ക് ജോലി കിട്ടിയത്. ഈ തീവ്രവാദ മേഖലയിൽ ജോലി ചെയ്യുന്നതിനേക്കാളും റിസ്ക് കുറവ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതാണ് അല്ലെ. എന്തായാലും തന്നെ കഴിവും പ്രാപ്തിയും കൊണ്ട് ഇത്രയും ചെറിയ കാലയളവിൽ തന്നെ ഇത്രയും നല്ലൊരു ജോലിയും ഇത്രയും നല്ലൊരു സാലറിയും മേഘയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 25-ാമത്തെ വയസ്സിൽ ഇങ്ങനൊക്കെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ അതെല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. വെറും 10% താഴെയുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര നല്ല അവസരം കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പെൺകുട്ടിയോട് സഹതാപത്തിനപ്പുറം പുച്ഛമാണ് തോന്നുന്നത്. അല്ലെങ്കിലും ഈ കണ്ണുള്ളവന്റെ കണ്ണിന്റെ വില അറിയില്ലല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മേഘയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് മേഘ ജനിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയാണ് മേഘയുടെ സ്വദേശം എന്ന് പറയുന്നത്. അച്ഛനൊരു പ്രൊഫസറാണ്, അമ്മ ഒരു സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയായിരുന്നു. ഇവരുടെ ഏക മകളായിരുന്നു മേഘ. എന്തായാലും തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ജോലി ലഭിച്ച മേഘ കുറച്ചു കാലം നാട് വിട്ട് തിരുവനന്തപുരം തന്നെയുള്ള ഒരു ഹോസ്റ്റലിൽ കഴിഞ്ഞു വരികയായിരുന്നു. എന്തായാലും മരണപ്പെടുന്ന ദിവസം മേഘയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് മേഘയുടെ നൈറ്റ് ഡ്യൂട്ടി അവസാനിച്ചു. അങ്ങനെ ഡ്യൂട്ടി അവസാനിച്ച മേഘ നേരെ പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ്. അങ്ങനെ ട്രാക്കിലൂടെ നടന്നു. സമയം ഏകദേശം ഒരു 9 മണിയായി കാണണം. ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടാണ് മേഘ നടക്കുന്നത്. തൊടുന്നനെ മേഘയുടെ പിന്നിൽ ജയന്തി ജനത എക്സ്പ്രസ് ട്രാക്കിലൂടെ വരികയാണ്. ട്രാക്കിൽ മേഘയെ കണ്ട് ജയന്തി ജനത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് നീട്ടി ഹോൺ അടിച്ചു. ട്രെയിൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി മേഘം തക്കി ട്രാക്കിൽ കുറുകെ അങ്ങ് തലവെച്ച് കിടന്നു. അതോടെ ട്രെയിൻ തട്ടി ആ ശരീരം ചിഹ്നം ഭിന്നമാവുകയായിരുന്നു. ഏകദേശം 9:15 ആകുമ്പോഴേക്കും തന്നെ പ്രദേശവാസികൾക്ക് മൃതദേഹം ലഭിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച സമയത്ത് ആള് ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് യൂണിഫോം വസ്ത്രമായിരുന്നു. അതുകൊണ്ടായിരിക്കണം മൃതദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു കേട്ടു. എന്തായാലും ട്രെയിൻ വരുന്ന സമയത്ത് മേഘ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ട്രെയിൻ തട്ടിയതിനു ശേഷം ആ ഫോൺ ഭയങ്കരമായിട്ട് നശിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആരോടാണ് മേഘ മരിക്കുന്ന സമയത്ത് സംസാരിച്ചത് എന്നതുള്ള വിവരങ്ങൾ ഫോണിലൂടെ ലഭിക്കുന്നത് അസാധ്യമാണ്. എന്തായാലും സൈബർ സെല്ലിൽ വിവരം കൈമാറിയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും അന്വേഷണത്തിനൊടുവിൽ പ്രണയ നൈരാശ്യമാണ് ജീവൻ എടുക്കാനുള്ള കാരണമായി പോലീസ് ആദ്യം കണ്ടെത്തിയത്. ഈ പറയുന്ന മേഘ ഒരിക്കൽ ജോലി ആവശ്യത്തിന് വേണ്ടി കേരളത്തിന് പുറത്ത് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മേഘ ഒരു മലപ്പുറംകാരൻ പയ്യനുമായി സൗഹൃദത്തിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സൗഹൃദം വളരുന്നു, പ്രണയത്തിലാകുന്നു. പുറമേ നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും മൊത്തൊരു പ്രണയം തന്നെ ആയിരുന്നു അതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റിൽഡ് ആണ്. ജാതി ഒരു പ്രശ്നമല്ല, മതവും പ്രശ്നമല്ല. എന്തായാലും കാര്യങ്ങളെല്ലാം അങ്ങനെ സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെടുന്നനെ ആ പയ്യൻ പ്രണയത്തിൽ നിന്നും പിന്മാറുന്നത്. തനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവിടെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെന്നും മേഘയെ അറിയിക്കുന്നു. അതോടെ മേഘ പൊടുന്നനെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതാണ് മരണത്തിൽ കൊണ്ടു ചെന്ന് എത്തിച്ചതും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും മരണത്തിന് ദുരൂഹത ആരോപിച്ചുകൊണ്ട് മേഘയുടെ അച്ഛനും അമ്മാവനും കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സാധാരണ ആത്മഹത്യയല്ല, ഇതിന് പിന്നിൽ എന്തൊക്കെയോ മറ്റു പല കാരണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മേഘയുടെ അമ്മാവൻ പറയുന്നത്. എന്തായാലും മേഘയുടെ അച്ഛൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേട്ടോക്കാം. അതായത് അവള് 7 മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷേങ്കിൽ അവള് ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് ഒരു സംശയമാണ് നമുക്ക് മെയിൻ. ഓക്കെ, അതൊരു പോയിന്റ് ആണ് അല്ലേ. മേഘ സ്ഥിരമായി പോകുന്ന റൂട്ടിൽ റെയിൽവേ ട്രാക്കുകളൊന്നും ഇല്ല. അങ്ങനെയുള്ള മേഘ ആ ദിവസം മാത്രം റെയിൽവേ ട്രാക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്റൻഷനലി തന്നെ റെയിൽവേ ട്രാക്കിലേക്ക് പോയതാകണം അല്ലെ. അതായത് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തയോടുകൂടി അങ്ങോട്ട് പോയതാണ്. അതല്ലാതെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന് പുറത്ത് ട്രെയിൻ കണ്ടപ്പോൾ എടുത്ത് ചാടിയതല്ല. അങ്ങനെയെങ്കിലും മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായി എന്തോ ഒരു പ്രശ്നം മേഘ അലട്ടിയിരിക്കണം. ഒരുപക്ഷെ ഈ പ്രണയ നൈരാശ്യം തന്നെ ആകാം. എന്തൊക്കെയായാലും ഇങ്ങനൊരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും മേഘയുടെ മുൻ കാമുകന്റെ ഫോട്ടോസോ ഡീറ്റെയിൽസോ ഒന്നും പോലീസ് പുറത്തു വിട്ടിട്ടില്ല. മേബി ഒരു കൺഫർമേഷൻ ആവശ്യമുണ്ടാകും, അതിനുശേഷമായിരിക്കണം പുറത്തു വിടുന്നത്. എന്തായാലും അച്ഛന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. പ്രശ്നം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
അന്നത്തെ ദിവസം എന്തെങ്കിലും ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇല്ല, സാധാരണ പോലെ. സാധാരണ 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. കാപ്പി രാവിലെ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പിന്നെ നമ്മളത് വിട്ടു. പിന്നെ അതിനെ പറ്റിയില്ലല്ലോ. പിന്നെ 10 മണിയായപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ട്രെയിനിൽ അപകടം സംഭവിച്ചു വന്നു. അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം ഓക്കെ, 7 മണി വരെ വീട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നവുമില്ലാത്ത പെൺകുട്ടിയായിരുന്നു അല്ലേ? അങ്ങനെയുള്ള പെൺകുട്ടിയാണ് 9 മണി ആയപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന വാർത്ത ഈ വീട്ടുകാർ കേൾക്കുന്നത്. ഒരുപക്ഷെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം വീട്ടുകാരോട് മേഘ മറച്ചു വെച്ചതായിരിക്കണം. അതല്ല എങ്കിൽ മേഘ അവസാനം വിളിച്ച ഫോൺ കോളിൽ മേഘ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടുന്നത്. ആ ഫോൺ കോളിൽ മേഘയെ ട്രിഗർ ചെയ്യുന്ന എന്തുകൊണ്ടുണ്ടായിരിക്കണം. ആ ഫോൺ കോൺവെർസേഷൻ കൃത്യമായി കേട്ടാലേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. ആ ഫോൺ കോളിൽ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത് വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനാകൂ. ഇപ്പോഴും എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് തന്റെ മുൻ കാമുകനുമായിട്ടാണ് അവസാനം മേഘ സംസാരിച്ചത് എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയാണ് ഇവിടെ ഏറെയും തെളിഞ്ഞു കാണുന്നത്. എന്തായാലും മേഘയുടെ അച്ഛൻ തുടർന്നും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതും കൂടി കേട്ടോക്കാം. മേഘയുടെ വിവാഹം സംബന്ധിച്ച ആലോചനകൾ ഉണ്ടായിരുന്നു? ഇല്ലില്ല. ഇപ്പം കാരണം ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ 2 വർഷം ആയിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് 3 മാസമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ഇത് വേണ്ടെന്നാണ് അവള് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ചെറിയച്ഛൻ പറഞ്ഞതുപോലെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ചെറിയച്ഛൻ അവര് ജോധ്പൂരിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കുട്ടിയായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും വിവാഹത്തിനെ കുറിച്ച്? ഇല്ലില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ ഫോൺ വന്നതിലെ ദുരൂഹത അതാണ്. ആ സമയത്ത് ഫോൺ വരികയും ആ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ പോകണമെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ മേഘയുടെ മുൻ കാമുകനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ മാക്സിമം ഒഴിഞ്ഞു മാറുന്ന പോലെയാണ് സംസാരിക്കുന്നത് അല്ലേ? അവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കാറുണ്ടായിരുന്നു. കൂടുതൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ എന്തോ അതിലൊരു പന്തികേടുള്ള പോലെ അല്ലേ? ഒരു പക്ഷെ ഒന്നും അറിയാത്ത പയ്യനെ കുറ്റപ്പെടുത്തേണ്ട എന്ന് അച്ഛൻ ചിന്തിച്ചത് കൊണ്ടാകാം. ഇനി അതല്ല അവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അച്ഛന് വല്ലതും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാകാം. എന്തായാലും മറ്റൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ രണ്ടുപേരും സംസാരിക്കുന്നെന്ന് കാണുന്നതല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. നമ്മൾ തരാന്ന് കേട്ടോക്കാം. പിന്നെ പോലീസൊക്കെ പറയുന്ന ഒരു ദേവസ്വമായിട്ടുള്ള സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇതൊക്കെ പോലീസിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അത് ഇവര് ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും അത് ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത്. വീട്ടിലൊക്കെ അറിയാമായിരുന്നു അങ്ങനെ ഒരു ഇങ്ങനെ വിളിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ആയിരുന്നു ഒരു ലാസ്റ്റ് വിളിക്കുന്ന സമയത്തൊക്കെ. നമ്മളോട് കുഴപ്പം. ഇപ്പൊ ആറ്റുകാലിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവിട്ടതാണ്. ഓക്കെ, ഒരു തരത്തിലും മരണപ്പെട്ട് തന്നെ മകളുടെ മുൻ കാമുകനെ കുറ്റപ്പെടുത്താതെയാണ് ഈ അച്ഛൻ സംസാരിക്കുന്നത് അല്ലേ? അവര് തമ്മിൽ വിളിക്കാറൊക്കെ ഉണ്ട്. കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് വരെ പോലീസ് പറയുന്ന പോലെ പ്രണയ നൈരാശ്യമാണ് ജീവനൊടുക്കാനുള്ള കാരണമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇനി വളരെ റയർ ആയിട്ടുള്ള മറ്റൊരു സാധ്യത, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വെറും 1% മാത്രമേ കാണുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മേഘ വളരെ റിസ്കി ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ഭീഷണികളും ഈ ജോലി സംബന്ധമായി മേഘയ്ക്ക് നേരിടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ആരെങ്കിലും മേഘയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കാരണം ജീവൻ ഒടുക്കിയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷെ അതിനൊക്കെയുള്ള സാധ്യത വളരെ 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 വിരളമാണ്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരട്ടെ അല്ലേ? അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.